നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സീസണിലെ ലാലിഗ കിരീടം സ്വന്തമാക്കിയത് വമ്പന്മാരായ റയൽ മാഡ്രിഡാണ്. 38 മത്സരങ്ങളിൽ നിന്ന് 95 പോയിന്റ് നേടിക്കൊണ്ടാണ് അവർ ഈ ഒരു കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്ത് ബാഴ്സലോണയാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. 85 പോയിന്റ് ആയിരുന്നു അവരുടെ സമ്പാദ്യം. മൂന്നാം സ്ഥാനത്ത് ജിറോണയും നാലാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മാഡ്രിഡുമായിരുന്നു ഫിനിഷ് ചെയ്തിരുന്നത്. ഏതായാലും ഇത്തവണത്തെ സീസണിന് ലാലിഗ സീസണിന് ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആകെ 2 മത്സരങ്ങൾ പൂർത്തിയായി. 2 മത്സരങ്ങളും സമനിലയിൽ കലാശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത്ലറ്റിക് ക്ലബ്ബും ഗെറ്റാഫയും തമ്മിലായിരുന്നു ആദ്യ മത്സരം. അതിനുശേഷം റയൽ ബെറ്റിസും ജിറോണയും തമ്മിൽ ഏറ്റുമുട്ടി 2 മത്സരങ്ങളും സമനിലയിലാണ് ഇപ്പോൾ കലാശിച്ചിട്ടുള്ളത്. ഏതായാലും ആരായിരിക്കും ഇത്തവണത്തെ ഈ ഒരു ലാലിഗ കിരീടം സ്വന്തമാക്കുക? അതിൻ്റെ ഓഡ്സ് അഥവാ സാധ്യതകൾ ഇപ്പോൾ സ്കോർ 19 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് റയലിന് തന്നെയാണ്. വലിയ രൂപത്തിലുള്ള സാധ്യതയാണ് റയലിന് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത്. കൃത്യമായി പറഞ്ഞാൽ 60% സാധ്യത റയലിനാണ് കൽപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഒരുപാട് സൂപ്പർ താരങ്ങൾ അവരുടെ നിരയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ സാധ്യത അവർക്ക് കൽപ്പിക്കപ്പെടുന്നത്. രണ്ടാം സ്ഥാനത്താണ് ബാഴ്സലോണ വരുന്നത്. കേവലം 18% സാധ്യത മാത്രമാണ് ബാഴ്സക്ക് കൽപ്പിക്കപ്പെടുന്നത്. ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാകും. റയലിന് 60%, അതുപോലെ തന്നെ ബാഴ്സക്ക് 18%. ഇനി അത്ലറ്റിക്കോ മാഡ്രിഡ് മൂന്നാമത് വരുന്നു. 8% സാധ്യതകളാണ് അവർക്കുള്ളത്. അതുപോലെ തന്നെ ജിറോണ 4-ാം സ്ഥാനത്താണ് വരുന്നത്. അവർക്ക് 4% സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ അത്ലറ്റിക് ക്ലബ്ബ് 4% സാധ്യതകളുമായി തൊട്ട് പിറകിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് സ്കോർ 19 പറയുന്നത് ഇത്തവണത്തെ ലാലിഗ കിരീടം അത് റയലിന് തന്നെയായിരിക്കും. അവർക്ക് ആ ഒരു കിരീടം നിലനിർത്താൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. എന്താണ് നിങ്ങളുടെ ഒരു പ്രവചനം? നിങ്ങൾക്കും രേഖപ്പെടുത്താം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.